ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ കണ്ട അവൽ മിൽക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. മിൽമയുടെ പാക്കറ്റാണ്. പിന്നെ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് നട്ട്സ്, കടല, അണ്ടിപ്പരിപ്പ്, മുന്തിരിയില്ല, മറ്റേ എന്താ പറയുക ടൂട്ടി ഫ്രൂട്ടിയോ ആ സംഭവം. പിന്നെ പഴം ഞാൻ എടുക്കാൻ മറന്നുപോയി, അതാണ് എടുക്കാൻ പോയത് കേട്ടോ. ഡൈനിങ് ടേബിളിൻ്റെ മേലെയായിരുന്നു, അപ്പോൾ അതെടുക്കാനായിട്ട് ഓടിയതാണ്. എനിക്ക് പോസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. മറ്റേ പെന്നിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആവുമെന്ന് നോക്കിയതാണ് ഞാൻ, പക്ഷെ അത് പറ്റുന്നില്ല. അവസാനം ഞാനത് തോൽവി സമ്മതിച്ച് തിരിച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി, നമുക്ക് ആവശ്യമുള്ള എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അവലെടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ് അവൽ മിൽക്കിനൊരു 100 ഗ്രാമിൽ താഴെ അവൽ മതി. അത്രയും വേണ്ട. ഇതിപ്പോൾ ഒരു 150 ഗ്രാം അവലെടുത്തിട്ടുണ്ടാവും 2 ഗ്ലാസ്സിലേക്ക് കേട്ടോ. ഞാൻ മോന് പിന്നെ സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടി വന്നു, കാരണം അവൻ ഈ പഴം ഇട്ട് മിക്സ് ചെയ്തത് കഴിക്കില്ല. കാരണം പഴം നമ്മളിങ്ങനെ ഉടയ്ക്കുമല്ലോ, അതവന് ഇഷ്ടമല്ല. അപ്പോൾ അവൽ റോസ്റ്റ് ചെയ്തെടുത്തു, ഒരു ബ്രൗണിഷ് കളറിൽ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. പിന്നെ പഴം അങ്ങനെ ഉടച്ചെടുക്കണം. അത് ഞാലിപ്പൂവൻ പഴം തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ പഴം ഒരു ചെറിയ പാത്രത്തിലിട്ട് ഉടയ്ക്കാൻ നോക്കിയത്, അപ്പോൾ അത് ചാടിപ്പോയി. അപ്പോൾ പഴം അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിതിനകത്ത് ബൂസ്റ്റൊക്കെ ചേർത്തു കേട്ടോ, കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മാക്സിമം മിൽമയുടെ പാക്കറ്റ് പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. മിൽമയുടെ എന്താ പറയുക പ്രത്യേകത അറിയാലോ, ക്ഷീര കർഷകരുടെ ഒരു പ്രസ്ഥാനമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മിൽമ യൂസ് ചെയ്തിട്ട് നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കാം. പിന്നെ മാത്രമല്ല, മറ്റ് പാക്കറ്റ് പാലുകളെ അപേക്ഷിച്ച് മിൽമ തന്നെയാണ് എപ്പോഴും നല്ലത്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ച അവലിലേക്ക് പഴവും ആവശ്യത്തിനുള്ള പാലും കൂടെ മിക്സ് ചെയ്ത് 1/2 ലിറ്റർ പാലിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ. മോനുള്ളത് ഞാൻ മാറ്റി വെച്ചു. മോന് പഴമില്ലാതെ അവൽ മാത്രം ഇട്ട് കൊടുത്തിട്ട് ചെയ്തു, ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. ഞാൻ പഞ്ചസാര കുറവാണ് ഇട്ടത്, അപ്പോൾ തേൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് അലങ്കാരപ്പണികളാണ്. ടൂട്ടി ഫ്രൂട്ടി, ബദാം, നിലക്കടല, ഞാൻ പഴവും കൂടെ കട്ട് ചെയ്തിടാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഈ മറ്റേ പച്ചനാടൻ, അപ്പോൾ നോക്കുമ്പോൾ ഗ്ലാസ് നിറഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ആ മിക്സും കൂടെ ഇട്ട് കൊടുത്ത്, നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മിക്സും, പിന്നെ വീണ്ടും അലങ്കാരപ്പണികൾ. അപ്പോൾ ബൂസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ, കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുത്തു. വീണ്ടും അലങ്കാരപ്പണികൾ ചെയ്യുക. ഈ കടലയും ടൂട്ടി ഫ്രൂട്ടിയും ബദാമും കുറച്ച് റിച്ച് ആയിക്കോട്ടെ, ഒരു വഴിക്ക് പോവുകയല്ലേ. അപ്പോൾ ഞാൻ ഐസ്ക്രീം മേടിച്ച് വെച്ച കാര്യം അപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വനില ഐസ്ക്രീം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.